സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയിലും ഇന്ത്യയുടെ സൈന്യ ശക്തിയിലും ഇന്ത്യയുടെ പുരോഗതിയിലും പിന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ യഹൂദന്മാർക്കോ അതായത് ഇസ്രേലികൾക്കോ യാതൊരു വിധത്തിലുള്ള സന്തോഷവുമില്ല. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ സൈനികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ എങ്ങനെ 50 വർഷം പുറകോട്ടടിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന, അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയാണ് പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും ശ്രമിക്കുന്നത്. അതിന് ഓശാന പാടുന്നവരാണ് ഷായസ്കറിയായും ബാക്കിയുള്ളവർ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ സംഘി പരിവാർ സംഘങ്ങൾക്കില്ല. കാര്യം ബുദ്ധിയുള്ള ആരുണ്ട്, വിദ്യാഭ്യാസമുള്ള ആരുണ്ട്? ബുദ്ധിജീവികൾ എവിടെ? ഇല്ല. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. രാജ്യം ഭരിക്കാൻ RSS പറയുന്നതനുസരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യിക്കാം. അവരാണ് നമ്മളെ ശത്രുക്കൾ, അവരാണ് രാജ്യദ്രോഹികൾ, അവരാണ് ഭീകരന്മാർ. ഭീകരത എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരമായ 2 രാഷ്ട്രങ്ങളാണ് അമേരിക്ക, ഇസ്രായേൽ. പിന്നെ വേറൊരു ഭീകരത എന്ന് പറയുന്നത് RSS ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്റന്റ് സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയാണ് RSS. ആയുധ പരിശീലനം നടത്തുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS നടത്തുന്നത് പോലെയുള്ള ആയുധ പരിശീലനം നടത്തണം. കാരണം ഇവര് ഇവിടെയുള്ള പിന്നെ ദളിതായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യുക എന്നാണ് അവരുടെ പരമമായ ലക്ഷ്യം. അപ്പൊ ഇതിനെ നേരിടണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS ചെയ്യുന്നത് പോലെ ആയുധ പരിശീലനം നടത്തിയെടുക്കണം. അപ്പോ എങ്കിലേ അവരെ നേരിടാൻ ഒക്കുള്ളൂ. അപ്പോ അത് മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് നല്ലതാണ്. എന്തായാലും ശരി, വീഡിയോ ഇങ്ങനെ ഇട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളൊന്നും എല്ലാ പിന്നെ ആ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വളരെ വ്യൂവേഴ്സ് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ യൂട്യൂബുകാർ തുറക്കാത്തത് കൊണ്ടാണ്. യൂട്യൂബുകാർ ഓപ്പൺ ചെയ്താലല്ലേ വ്യൂവേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശരി, ഞാൻ എപ്പോഴും പറയുന്നത്, മതമേതായാലും ശരി, ഏത് രാഷ്ട്രീയമായിരുന്നാലും ശരി, ജനങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സൗഹൃദത്തിലും കഴിയണം. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അധികാരത്തിന് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങളും വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് വിഷം ചീറ്റുന്ന കുറെ